ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ആദർശൊക്കെ കാനനപാതയിലൂടെ മല കയറാൻ പോകുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി നിന്ന് പ്രാർത്ഥിക്കുന്ന നയനയും കാണിക്കുന്നു. നയന അമ്പലത്തിൽ പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ ഗോവിന്ദൻ വന്ന് പറയുന്നുണ്ട്, മോളെ അമ്പലത്തിലൊക്കെ പോകുന്നത് കൊള്ളാം, സൂക്ഷിക്കണം, നട ഇറങ്ങുമ്പോൾ ഒക്കെ അമ്മയെ പിടിച്ചോണം കേട്ടോ എന്നൊക്കെ. അപ്പോൾ നയന പറയും, എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛാ, എന്നെ പിടിക്കുകയൊന്നും വേണ്ട എന്ന് പറയും. എന്നാലും സൂക്ഷിച്ചു പോകണ്ടേ എന്നൊക്കെ പറയുമ്പോഴത്തേന് നയന ചോദിക്കുന്നുണ്ട്, അച്ഛാ ഇപ്പോൾ ആദർശേട്ടനൊക്കെ അങ്ങ് സന്നിധാനത്തിൽ ചെന്ന് കാണുമോയെന്ന്. ഇല്ല മോളെ, നടന്നല്ലേ പോയിരിക്കുന്നേ, അതുകൊണ്ട് കുറച്ചുകൂടെ വൈകും കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആദർശേട്ടൻ മലയ്ക്ക് പോയിട്ട് വന്നു കഴിഞ്ഞിട്ടും അങ്ങോട്ട് പോകുന്നതിനെക്കുറിച്ച് എനിക്ക് ഒന്നുകൂടെ ആലോചിക്കേണ്ടി വരും, അതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കാനാ എൻ്റെ തീരുമാനമെന്ന് പറയും. അപ്പോൾ കനക പറയുന്നുണ്ട്, ശരിയാ മോളെ, അവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ, അതുകൊണ്ട് മോൾ ഇനി അങ്ങോട്ട് പോകണ്ടെന്ന്. നന്ദുവും പറയും, ചേച്ചിയെ പരമാവധി ഉപദ്രവിക്കുന്ന ആ കുടുംബത്തിലേക്ക് ചേച്ചി ഇനിയും പോകണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കനക പറയും, എന്തായാലും 7 മാസം ആകുമ്പോഴത്തേന് നവ്യ മോളെ നമ്മളിങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോരും. അപ്പം മോളും ഇവിടെ ഉള്ളപ്പോൾ എനിക്കൊരു സമാധാനമുണ്ട്. നിങ്ങൾ രണ്ടുപേരും അവിടെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് സമാധാനക്കേട്. കെട്ടിച്ചു വിട്ട 2 പെൺപിള്ളേരും വീട്ടിലുണ്ടെന്ന് പറഞ്ഞ് ഒരു കുഴപ്പമില്ല, അതൊരു സന്തോഷം തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും മോൾ ഇനി അവിടെ വേണമെന്ന് ആദർശിൻ്റെ അമ്മയ്ക്ക് തോന്നിയിട്ട് ആദർശിൻ്റെ അമ്മ വിളിക്കുമ്പോൾ മാത്രം മോൾ ഇനി അങ്ങോട്ട് പോയാൽ മതിയെന്ന് ഗോവിന്ദനും പറയും. ആദർശേട്ടൻ മേടിച്ചു തന്ന വീടായതുകൊണ്ട് എനിക്കിവിടെ സന്തോഷത്തോടെ തന്നെ ജീവിക്കാം. ആദർശേട്ടൻ എന്നെ കാണാൻ ആഗ്രഹമുള്ളപ്പോൾ വന്ന് കണ്ടിട്ട് പോട്ടെ എന്ന് നയനയും പറയും. മോൾ ഒരുങ്ങ്, എന്നാൽ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് പറഞ്ഞ് കനക അകത്തേക്ക് പോകുന്നുണ്ട്. നയനെ ഒരുങ്ങാൻ പോകും. അന്നേരത്തേന് ഗോവിന്ദൻ നന്ദുവിനോട് പറയുന്നുണ്ട്, മോളെ നീ ഇനി അനിയോട് പറയണം നിന്നെ കാണാൻ ശ്രമിക്കുകയൊന്നും ചെയ്യരുത് എന്ന്. നീ ഇനി അവനെ കാണുകയും ചെയ്യരുതെന്ന് പറയും. അന്നത്തേന് നന്ദു പറയുന്നുണ്ട്, ഞാൻ അവനെ കാണാനായിട്ട് ശ്രമിക്കുന്നൊന്നുമില്ല, അവൻ ഇവിടെ വരുമ്പോൾ കാണുന്നതല്ലേ എന്ന് ചോദിക്കും. നീ അവനെ വിലക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതുതന്നെയല്ല, ആ കുട്ടിയുടെ പ്രവൃത്തിയൊക്കെ കാണുമ്പോൾ അവൻ്റെ മനസ്സിൽ നീ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നേ, അതുകൊണ്ട് ഇനി അതിന് കൂടുതൽ വളം വെച്ച് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കരുതെന്ന് പറയും. അതുകൊണ്ടുകൂടിയാണ് ഞങ്ങൾ പറയുന്നത് മോളൊരു വിവാഹത്തിന് സമ്മതിക്കണമെന്ന്. അപ്പോൾ നന്ദു പറയും, അച്ഛൻ എനിക്ക് ഇപ്പോൾ ഒന്നും ഒരു വിവാഹം വേണ്ട, വിവാഹം എന്ന് പറഞ്ഞാൽ കിട്ടിയിട്ടതുപോലെ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക്. അച്ഛനും അമ്മയും ഇപ്പം പറഞ്ഞതല്ലേ ഉള്ളൂ, കല്യാണം കഴിച്ചു വിട്ട 2 പെൺമക്കളും ഇപ്പം തിരിച്ച് വീട്ടിൽ വന്ന് നിന്നാൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമെന്ന്. അതിലേക്കൊന്നും പോകാൻ എനിക്കിപ്പോൾ താല്പര്യമില്ല, എൻ്റെ രീതിയെ ഇങ്ങനെയൊന്നും അല്ല, അതുകൊണ്ട് എനിക്കിപ്പോൾ കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് നന്ദു അങ്ങ് പോകും. പിന്നീട് കാണിക്കുന്നത് നയനയും കനകയും കൂടെ അമ്പലത്തിൽ പോയി തൊഴുതുകൊണ്ട് നിൽക്കുന്നതാണ്. ആ സമയത്ത് നയന നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ആദർശും അച്ഛനും ഒക്കെ പോയിരിക്കുന്ന ശബരിമലയിൽ ഒരാപത്തും കൂടാതെ വരണം, അതുപോലെ തന്നെ അവർക്ക് നന്നായിട്ട് ദർശനം കിട്ടണം, പിന്നെ അവർ തിരിച്ച് വന്നു കഴിയുമ്പോഴത്തേന് എൻ്റെ അമ്മായിയമ്മ എന്നെ നന്നായിട്ട് സ്നേഹിക്കണം, എനിക്ക് എല്ലാവരുടെയും കൂടെ ജീവിക്കണം എന്നുള്ള പരുവത്തിലൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് പ്രാർത്ഥന കഴിയുന്ന ഉടനെ കനക ചോദിക്കും, എന്താ മോളെ നീ പ്രാർത്ഥിച്ചതെന്ന്. ഞാൻ എന്താ പ്രാർത്ഥിച്ചതെന്ന് അമ്മയ്ക്ക് അറിയത്തില്ലേ, ആദർശേട്ടനൊക്കെ പോയി നന്നായിട്ട് ദർശനമൊക്കെ കഴിഞ്ഞ് വരണമെന്നും അവർ തിരിച്ച് വന്നു കഴിയുമ്പോഴത്തേന് ആദർശേട്ടൻ്റെ അമ്മ എന്നെ നന്നായി സ്നേഹിക്കാൻ ഇടവരണമെന്നും ഒക്കെയാണ് പ്രാർത്ഥിച്ചെന്ന് പറയും. അപ്പം കനക പറയുന്നുണ്ട്, ഞാനും അത് തന്നെയാണ് പ്രാർത്ഥിച്ചെന്ന്. ആ സമയത്ത് തിരുമേനി ഇറങ്ങി വന്ന് ഇവർക്ക് പ്രസാദമൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കും, അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. അണ്ണൻ പറയും, ഇല്ല അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അന്നേരം മുത്തശ്ശനും മുത്തശ്ശിയും വന്ന് എപ്പോഴും പൂജകളൊക്കെ ചെയ്യാറുണ്ട്, നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥനകൾ നടത്താറുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. മോളെ ഇപ്പോൾ ഇങ്ങോട്ട് കണ്ടിട്ട് ഒരുപാട് കാലമായല്ലോ എന്ന് പറയും. അത് പിന്നെ അവൾക്ക് ഒരു പനിയായിരുന്നു തിരുമേനിന്ന് കനക പറയും. പനിയോ ഇത്രയും ദിവസമോ എന്ന് ചോദിക്കുമ്പം കനക പറയും, ഇപ്പോഴത്തെ പനിയൊക്കെ അല്ലേ തിരുമേനി, അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു നല്ല റെസ്റ്റ് വേണമെന്ന്, അതുകൊണ്ട് ഇപ്പോഴാണ് ഇറങ്ങാനൊക്കെ പറ്റിയെന്ന് പറയും. അവർ അമ്പലത്തിൽ നിന്ന് തൊഴുതിട്ട് ഇറങ്ങി വരുമ്പോഴാണ് ജലജയും ദേവയാനിയും കൂടെ അമ്പലത്തിലേക്ക് തൊഴുതാൻ വരുന്നത്. അപ്പോൾ ജലജ പറയും, ദേ നോക്കിക്കേ, ആരെയാ നമ്മൾ കാണരുതെന്ന് ആഗ്രഹിച്ച് അവർ തന്നെ മുമ്പിൽ വന്ന് ചാടിയിട്ടുണ്ടല്ലോ എന്ന് പറയും. എന്നാലും ദേവയാനി നോക്കുമ്പോഴത്തേന് നയനയെ പിടിച്ചുകൊണ്ട് പതുക്കെ നടന്നു വരുന്ന കനകയാണ് കാണുന്നത്. അപ്പോൾ ദേവയാനി ചോദിക്കും, അവൾക്ക് എന്താ പറ്റിയേ, അവളെ എന്തിനാ കനക പിടിച്ചിരിക്കുന്നു ചോദിക്കും. ആർക്കറിയാം, കുറേ ദിവസം ആയില്ലേ വീട്ടിൽ പോയി നിൽപ്പ് തുടങ്ങിയിട്ട്, വല്ല വിശേഷം ഉണ്ടായിരിക്കുമെന്ന്. അന്നേരം ദേവയാനി ഒന്നും മിണ്ടുന്നൊന്നുമില്ല. എന്തായാലും വിശേഷം ഉണ്ടെങ്കിലും അമ്മ അവൾ തന്നെയായിരിക്കും, അച്ഛൻ ആദർശാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി എന്നൊക്കെ പറയുമ്പോഴത്തേന് ദേവയാനി ചോദിക്കും, നീ എന്തൊക്കെയായി പറയുന്നത്, അമ്പലത്തിന് മുമ്പിൽ വന്നിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കും.
നീ ഇറങ്ങ് എന്ന് പറഞ്ഞ് ഇവർ പുറത്തോട്ട് ഇറങ്ങും. ദേവയാനിയെയും ജലജയും കനകയും നയനയും കാണുന്നുണ്ട്. അപ്പം ഉടനെ തന്നെ കനക പറയുന്നത് ആദർശ് മോൻ്റെ അമ്മ വരുന്നല്ലോ എന്ന്. അന്നേരമാണ് നയന പറയുന്നത്, എന്നാൽ അമ്മ എൻ്റെ കയ്യിൽ നിന്ന് വിട്, ഇപ്പം ഞാൻ ഇങ്ങനെ പിടിക്കാതെ നടക്കട്ടെ, പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നിയാലോ എന്ന്. ഉടനെ തന്നെ കനക നയനയുടെ കയ്യിൽ നിന്ന് വിടുന്നുണ്ട്. ഇവരുടെ അടുത്ത് വരുമ്പോഴത്തേന് കനകയോട് ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ഇവക്ക് വല്ല അസുഖം ഉണ്ടോയെന്ന്. മോൾക്ക് കുഴപ്പമൊന്നുമില്ല, ഒരു പനി ഉണ്ടായിരുന്നു, അതിൻ്റെ ക്ഷീണമാ എന്നൊക്കെ പറയും. അല്ല, നീ അവളെ പിടിച്ചുകൊണ്ട് വരുന്നുണ്ടപ്പോൾ ചോദിച്ചെന്നേ ഉള്ളെന്ന് പറയും. അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ട്, നിനക്ക് തലകറക്കവോ വൊമിറ്റിങ്ങോ വല്ലതും ഉണ്ടോയെന്ന്. ഇല്ല എന്ന് നയനയും പറയും. അന്നേരത്തേന് കനക പറയും, അമ്പലമായതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത്, അല്ലെ എൻ്റെ വായിരിക്കുന്നത് നിങ്ങൾ നല്ലതായിട്ട് കേട്ടേനോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. വാ മോളെ എന്ന് പറഞ്ഞ് നയനയും പിടിച്ചുകൊണ്ട് കനക അങ്ങ് പോകും. അന്നേരം ജലജ പറയും, ആർക്കറിയാം ഇവക്ക് എന്തെങ്കിലും മാറാരോഗം വല്ലതും കാണും കല്യാണത്തിന് മുമ്പേ, അതൊന്നും അറിയിക്കാതായിരിക്കും കല്യാണം നടത്തിയത്. അതിപ്പം ആദർശം മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അറിഞ്ഞു കാണും, അതുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ ആരെ അറിയിക്കാതെ അവളെ വിളിച്ച് വീട്ടിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ദേവയാനി പക്ഷേ ഒന്നും പറയുന്നൊന്നുമില്ല, ആകെ സോഫ്റ്റായിട്ട് എല്ലാവരെയും നോക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതേ ഉള്ളൂ. പിന്നീട് കാണിക്കുന്നത് അനാമിക ഇങ്ങനെ തലയ്ക്ക് കൈയൊക്കെ കൊടുത്തിരുന്ന് ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ അനാമികയുടെ മനസ്സിൽ നിന്ന് നന്ദു അനാമികയെ നിലത്തിട്ട് ചവിട്ടിയതും തല്ലിയതും എല്ലാം മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോകുന്നേ ഇല്ല. അന്നേരത്തേന് രേവതി വന്ന് ചോദിക്കുന്നുണ്ട്, മോളെ നീ അനിയെ വിളിച്ചായിരുന്നോന്ന്. ഞാനൊന്നും വിളിച്ചില്ല, അവനെ വിളിച്ചിട്ട് എന്നെടുക്കാനാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അനാമിക. അതല്ല, അവർ മലയ്ക്ക് പോയിരിക്കുകയല്ലേ, അവരോർക്കില്ലേ നീ വിളിച്ചില്ലല്ലോ, നീ വിളിച്ചിരുന്നെങ്കിൽ നിനക്ക് സ്നേഹം ഉണ്ടെന്നെങ്കിലും വിചാരിക്കില്ലായിരുന്നോ എന്നൊക്കെ വിചാരിക്കും എന്ന് പറയുന്നുണ്ട്. അന്നേരത്തേന് അനാമിക പറയും, പറ്റത്തില്ല, എനിക്ക് അവനെയൊന്നും വിളിക്കാൻ വയ്യ, വേണമെങ്കിൽ അഭിയേട്ടനെ വിളിക്കാമെന്ന്. എന്നാൽ അഭിയെങ്കിൽ അഭിയെ വിളിക്കാൻ പറയുന്നുണ്ട്. അപ്പം അഭിയെ വിളിച്ച് നോക്കുമ്പോഴത്തേന് തമിഴിലാണ് ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നൊക്കെ പറയുന്നത്. അന്നേരത്തേന് അനാമിക പറയുന്നുണ്ട്, എന്താ ഇങ്ങനെ തമിഴിൽ പറയുന്നത്, പിന്നെ ശബരിമല കേരളത്തിലല്ലേ ഇരിക്കുന്നത്. അപ്പം പിന്നെ രേവതി പറയുന്നുണ്ട്, അതെന്താണെന്ന് അറിയത്തില്ല മോളെ, ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയും. രേവതി മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോളെ നീ എങ്ങനെയും അനിയെ സ്നേഹിച്ച് കൂടെ നിൽക്കണം, അവൻ്റെ ഒരു കുഞ്ഞ് നിനക്കുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു എന്നൊക്കെ പറയും. അന്നേരത്തേന് അനാമിക പറയും, അവൻ്റെ ഒരു കുഞ്ഞ്, എനിക്ക് അവനെ സ്നേഹിക്കാനേ പറ്റത്തില്ല, അവൻ്റെ മനസ്സിൽ എപ്പോഴും ആ നന്ദു, അത് കാരണം എന്നെക്കൊണ്ട് പറ്റത്തില്ല അവനെ സ്നേഹിക്കാൻ എന്നൊക്കെ പറയും. മോളെ നമ്മളുടെ അവസ്ഥ നിനക്കറിയാമല്ലോ, വളരെ പരിതാപകരമാണ്, അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടണ്ടേ, അതുകൊണ്ട് അവിടെ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ച് നിൽക്കണം, എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് സ്വത്തൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബന്ധം വേർപെടുത്തിയെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അന്നേരത്തേന് അനാമിക പറയുന്നുണ്ട്, അനന്തപുരിയിലെ ഓരോ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട്. അപ്പോൾ അനന്തപുരിയിലെ കൊച്ചു മരുമകൾ അവിടെ പീഡനം അനുഭവിക്കുന്നു എന്നുള്ള വാർത്ത നമുക്ക് കൊടുത്താൽ പെട്ടെന്ന് പബ്ലിസിറ്റി കിട്ടുമല്ലോ എന്ന് പറയും. അന്നേരം രേവതി പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് ലാസ്റ്റ് കൈയായിട്ട് നോക്കാം, ഇപ്പോൾ അതൊന്നും നോക്കണ്ടെന്ന്. അതല്ലമ്മേ, അവിടുത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെയും സോഷ്യൽ മീഡിയയിൽ വരുന്ന കണ്ടിട്ടില്ലേ, അപ്പോൾ നമുക്ക് ഇങ്ങനൊരു വാർത്ത വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് കോംപ്രമൈസിനും ആനന്ദമൂർത്തി വരുമല്ലോ, അപ്പം നമുക്ക് ആവശ്യത്തിന് സ്വത്തൊക്കെ കിട്ടത്തില്ലെന്ന്. എന്തായാലും അതിപ്പം വേണ്ട എന്ന് രേവതി പറഞ്ഞു കൊടുക്കും. ദേവയാനിയും ജലജയും തൊഴുതുകൊണ്ട് നിൽക്കുമ്പോഴത്തേന് തിരുമേനി ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് പ്രസാദമൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേന് ചോദിക്കും, എങ്ങനെയുണ്ട് ഇപ്പോൾ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേന്, ഇല്ല തിരുമേനി കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പറയും. എന്തായാലും അനന്തമൂർത്തി സാറും ഭാര്യയും എപ്പോഴും ഇവിടെ വരാറുണ്ട്, അവർ ദേവയാനിക്കും മരുമകൾക്കും വേണ്ടി എപ്പോഴും മൃത്യുഞ്ജയ ഹോമമൊക്കെ നടത്താറുണ്ട്, മറ്റു വഴിപാടുകളും നടത്തുമെന്ന് പറയും. അന്നേരത്തേന് ദേവയാനി ചോദിക്കുന്നുണ്ട്, മൃത്യുഞ്ജയ ഹോമമെന്ന്. അതേ, രണ്ടുപേരുടെ ആയുസ്സിന് വേണ്ടിയൊക്കെ ചെയ്യുന്നതെന്ന് പറയും. അന്നേരത്തേന് ജലജ ചോദിക്കുന്നുണ്ട്, അതെന്തിനാ ഏട്ടത്തിക്ക് വേണ്ടി മൃത്യുഞ്ജയ ഹോമമൊക്കെ നടത്തിയാൽ കുഴപ്പമില്ലെന്ന് വെക്കാം, പക്ഷേ നയനയ്ക്ക് വേണ്ടി എന്തിനാ അത് നടത്തിയതെന്ന് ചോദിക്കും. നയന ഇപ്പം ഇവിടെ വന്ന് തൊഴുതിട്ട് പോയതല്ലേ ഉള്ളൂ, മോളെ കണ്ടില്ലായിരുന്നോ എന്ന് തിരുമേനി ചോദിക്കുന്നുണ്ട്. കണ്ടെന്ന് പറയും. എന്നാൽ ചോദിക്കണ്ടായിരുന്നോ എന്താ കാര്യമെന്ന്, അതിന് ആ കുട്ടിക്ക് എന്തോ വയ്യാഴികയൊക്കെ തോന്നിയിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട്. അന്നേരം ദേവയാനിക്ക് അങ്ങ് എന്തോ ഡൗട്ട് പോലൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഒന്നും പറയുന്നൊന്നുമില്ല. നയന ആദർശിനെ വിളിച്ച് വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയും, നീ ഇപ്പം വിളിച്ചില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചതേ ഉള്ളെന്ന്. അല്ല, വിളിച്ചതിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന് നയനയും ചോദിക്കും. ഇല്ല, ഒരു കുഴപ്പമില്ലെന്ന് പറയും. അന്നേരം നയന പറയും, ഞങ്ങൾ ഇന്ന് അമ്പലത്തിൽ തൊഴാൻ പോയിരുന്നു, അപ്പോൾ അമ്മയെ കണ്ടായിരുന്നു എന്ന് പറയും. അമ്മ പുറത്തോട്ടൊക്കെ
ഛർദിലൊക്കെ വരാൻ തുടങ്ങിയോ? പുറത്തൊക്കെ കുറച്ചൊക്കെ നടക്കണമെന്നുള്ള കാര്യം ഡോക്ടർ പറഞ്ഞിരുന്നു. അപ്പം അമ്പലത്തിൽ വെച്ച് കണ്ടു. അമ്മ നിന്നെ കണ്ടായിരുന്നോ എന്ന് ചോദിക്കും. കണ്ടായിരുന്നു. എന്ത് ചോദിച്ചെന്ന് പറയും. അന്നേരം പറയും എന്ത് പറ്റിയെന്ന് മാത്രം അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളൂ, എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് നടന്നോളാൻ പറഞ്ഞ് നയനെ അങ്ങ് ഫോൺ വെക്കും. ജയൻ ചോദിക്കുന്നുണ്ട്, അനാമിക മോള് നിന്നെ വിളിച്ചായിരുന്നു എന്ന്. ഏയ്, അവൾ എന്നെ വിളിക്കത്തൊന്നുമില്ല. അവൾ അവളെ മാത്രം സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ്, അല്ലാതെ അവൾക്ക് ആരോടും ഒരു സ്നേഹമൊന്നുമില്ല. അങ്ങനെ ഒരുത്തിയല്ലേ നിങ്ങളെല്ലാം കൂടെ കൂടി എൻ്റെ തലയെ കെട്ടിവെച്ചെന്ന് ചോദിക്കുമ്പോഴത്തേന് അജയൻ പറയുന്നുണ്ട്, ഞങ്ങളാരുമല്ലല്ലോ അവളെ കണ്ടുപിടിച്ചത്, നീ അല്ലായിരുന്നു. ആദ്യമൊക്കെ നിങ്ങളുള്ള സ്നേഹം കണ്ടപ്പോൾ നിനക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചേ, അങ്ങനെയല്ലേ ഈ കല്യാണം നടത്തി തന്നെന്ന് ചോദിക്കും. അത് ഞാൻ അതിനു മുമ്പേ കല്യാണം വേണ്ട എന്ന് നേരത്തെ പറഞ്ഞതല്ലായിരുന്നു എന്ന് പറയുമ്പോഴത്തേന് എല്ലാവരും ചോദിക്കുന്നുണ്ട്, കല്യാണത്തിൻ്റെ തലേദിവസം പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുന്നത്? അതിന് മുമ്പ് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും ആരും ജീവിതം തകർന്ന് വീട്ടിൽ നിൽക്കുന്നത് സഹിക്കത്തില്ല. അതുകൊണ്ട് നീ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് അനാമികയായിട്ട് ജീവിക്കണമെന്ന് ജയനും അനിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നവ്യ അമ്പലത്തിൻ്റെ മുമ്പിലുള്ള പൂക്കടയിൽ നിന്ന് ഇറങ്ങി വരുന്നത് നോക്കി അനാമിക കാറെ ചാരി നിൽപ്പുണ്ട്. എന്നിട്ട് അനാമിക വിളിക്കുന്നുണ്ട് എടീന്ന്. അന്നേരം നവ്യ തിരിഞ്ഞ് നോക്കുമ്പോൾ അനാമിക പറയും, നിന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഞാൻ, നീ ഇറങ്ങി വരുന്ന കാണാനെന്ന് പറയും. നിൻ്റെ അനിയത്തിയും കൂടെ കൂടി അനന്തപുരി മുഴുവനായിട്ട് വിഴുങ്ങാനുള്ള പുറപ്പാടാണല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേന് നവ്യ പറയും, നീ എൻ്റെ വീട്ടിൽ ചെന്ന് കാണിച്ച പരിപാടിയൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. എൻ്റെ അനിയത്തി എൻ്റെ വീട്ടിൽ ചെന്ന് തള്ളിയിടാൻ നിന്നെ ആരാ അധികാരം തന്നെന്ന് ചോദിക്കും. നിൻ്റെ വീടോ? അത് ആദർശേട്ടൻ എടുത്തു കൊടുത്ത വീടല്ലേ എന്ന് ചോദിക്കും. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തിയാണ് അവിടെ താമസിക്കുന്നത്, അവളെ തൊടാൻ നിനക്ക് അധികാരമില്ലെന്ന് പറയും. പിന്നെ നിൻ്റെ ഭർത്താവിനെ പോലല്ല ആദർശേട്ടൻ. ആദർശേട്ടൻ അങ്ങനെ സ്നേഹമുള്ള ഭാര്യയ്ക്ക് വേണ്ടി അങ്ങനെ പലതും ചെയ്തെന്നിരിക്കും. നിൻ്റെ ഭർത്താവിനെ കൊണ്ട് നിനക്കൊന്നും ചെയ്യിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയും. അന്നേരത്തേന് അനാമിക പറയുന്നുണ്ട്, ഓ നിൻ്റെ ഭർത്താവ് നിന്നെ ഒരുപാട് അങ്ങ് എടുത്ത് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയും. അതെ, എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല, അതുകൊണ്ട് അതനുസരിച്ചുള്ള ചീത്ത ഞങ്ങളുടെ ഇടയിലുള്ളതെന്ന് പറയും. ഒരുത്തി എന്തായാലും വീട്ടിൽ പോയി കിടക്കുക, നിന്നെയാണെങ്കിൽ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയാലും പറിച്ചു കളഞ്ഞാൽ പോലും നീ പോകത്തില്ലല്ലോ. അതെങ്ങനെ വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അഷ്ടിക്ക് വകയില്ലാത്ത കാരണം നല്ല ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയായിരിക്കും ഇവിടെ തന്നെ കിടക്കുന്നതെന്ന് പറയുന്നുണ്ട്. അനാമിക അത് പറയുമ്പോഴത്തേന് നവ്യ പറയും, ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് സ്വത്തും സാമ്പത്തികമൊന്നും ഇല്ലായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് പത്രാസ് കൂടുതലുള്ളതുകൊണ്ടായിരിക്കും അല്ലേ അമ്മായി തന്ന മാല ആരും അറിയാതെ അമ്മയുടെ കൈ കൊടുത്ത് വിൽക്കാനായിട്ട് വിട്ടതല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേന് അത് കേൾക്കുമ്പോഴത്തേന് അനാമികയുടെ മുഖം അങ്ങ് മാറുന്നുണ്ട്. അത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.